വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2 1 ഫ്രാക്ഷൻ മിനി ഫോംസ്. അപ്പൊ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഫ്രാക്ഷനെ കുറിച്ചിട്ട്, ഫ്രാക്ഷനും അതിന്റെ ഒരുപാട് ഫോംസിനെ കുറിച്ചിട്ടുമാണ് ഈ ലെസണിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഒരു ഫ്രാക്ഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു മിഠായി, ഒരു ചോക്ലേറ്റ് ബാർ ആണെന്ന് വിചാരിക്കുക. അപ്പൊ കൂട്ടുകാരും ഉണ്ട്. ഇതൊരു ചോക്ലേറ്റ് ബാർ ആണെന്ന് വിചാരിക്കുക ഇതുപോലെ. അപ്പൊ നിങ്ങളുണ്ട്, നിങ്ങളൊരു ഫ്രണ്ട് ഉണ്ട്, 2 പേരുണ്ട്. അപ്പൊ ഒരാൾക്ക് പകുതി വേണം. അപ്പൊ പകുതി വേണമ്പോ നമ്മൾ എന്ത് ചെയ്തു? ആ ബാറിന്റെ പകുതി മുറിച്ചു. അപ്പൊ ഇത് എത്ര ഭാഗാണ്? ഇതെന്ന് പറയുന്നത് എത്ര ഭാഗമാണ്? നമുക്കറിയാം പകുതി എന്ന് പറയുമ്പോ ഹാഫ് ആണ്. ഇത് എത്രയാണ്? ഹാഫ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇനി ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഈ ഫോമിൽ നമ്മൾ പറയുന്ന പേരാണ് ഫ്രാക്ഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ഫ്രാക്ഷൻ ആണ്. ഓക്കെ. അപ്പൊ ഈ 1/2 ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പകുതി കട്ട് ചെയ്ത കാരണം 1/2 എന്ന് കിട്ടി. അല്ലാത്ത കേസിൽ നമ്മൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുക? അടിയിൽ എഴുതുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇത് ടോട്ടൽ എത്ര ഭാഗങ്ങൾ ഉണ്ട് എന്ന് എണ്ണി നോക്കും. 1 2 എത്ര ഭാഗമുണ്ട്? 2 ഭാഗം. അതിൽ ഇത് എത്ര ഭാഗമാണ്? എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1 ഭാഗം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് 1/2 എന്ന് കിട്ടുന്നത്. ഓക്കെ അല്ലേ? എന്താണ് 1/2? അപ്പൊ ഇതിനെ 1നെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂമറേറ്റർ, 2നെ പറയുന്ന പേരാണ് എന്ത്? ഡിനോമിനേറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ 1 എന്താണ്? 1 ആണ് ന്യൂമറേറ്റർ, 2 ആണ് ഡിനോമിനേറ്റർ. ഓക്കെ. ഇനി നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതും കൂടി കൂട്ടിയാലാണ് ഈ വലിയ ബാർ, ചോക്ലേറ്റ് ബാർ ആവുക. ഓക്കെ. ഇതും കൂടി കൂട്ടിയാല് അപ്പൊ എന്താണ്? അതായത് ഈ 1/2ഉം ഈ 1/2ഉം കൂടി കൂട്ടിയാല് ഈ ഫുൾ ബാർ കിട്ടണം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് 1/2 പ്ലസ് 1/2 എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പൊ ഇതിലെന്ന് പറയുമ്പോ ഡിനോമിനേറ്ററും സെയിം ആണ്. ഡിനോമിനേറ്ററും സെയിം ആവുമ്പോ നമ്മൾ എന്താണ് ആഡ് ചെയ്യുമ്പോ ആ സെയിം ഡിനോമിനേറ്റർ ഇങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാ? മേലത്തെ ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാ. 1 + 1 = 2. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഫുള്ള് ബാർ കിട്ടി. അപ്പൊ ഫോർ എക്സാമ്പിൾ 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 2/2 1 ആണ്. 3/3 1 ആണ്. അങ്ങനെ ഏതൊരു ഡിജിറ്റും മേലെയും താഴെയും വന്നാൽ എന്താണ്? അതെല്ലാം 1 ആണ്. ഓക്കെ. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട്. അതൊരു 4 പേർക്ക് നമ്മൾ വീതിക്കണം. ഈക്വൽ ആയിട്ട് വീതിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു, പിന്നെ നമ്മൾ ഇതിന്റെ പകുതിയിലും നമ്മൾ കട്ട് ചെയ്തു, ഇതിന്റെ പകുതിയിലും നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ ഒരാൾക്ക് കിട്ടിയ പീസാണ് എത്ര? ഈ പോർഷൻ അല്ലേ? അപ്പൊ ഇതിന്റെ എത്ര ഭാഗാന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം എത്ര പോർഷൻ ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 4 പോർഷൻ അടിയിൽ. അതിന്റെ എത്ര പോർഷൻ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? 1. ഓക്കെ. ഇനി നമുക്ക് ഇതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് 1/4 ആണ്. ഇതും 1/4, ഇതും 1/4, ഇതും 1/4. അപ്പൊ 1/4 + 1/4 + 1/4 + 1/4. ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആണ്. അപ്പൊ നമ്മൾ നേരെ അതെടുത്ത് എഴുതി. എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാ. 1 + 1 2, 3 4. 4/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഈച്ച് ഓഫ് ദ പെയർ ഓഫ് ഫ്രാക്ഷൻ ബിലോ find 3 forms with the same denominator. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ഡിനോമിനേറ്ററിൽ നമ്മൾ പല ഫോംസ് കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒന്നാമത്തെ എടുക്കുകയാണെങ്കിൽ 1/2ഉം
1/3 ആണ്. അപ്പൊ ഇതിനെ സെയിം ഡിനോമിനേറ്റർ ആക്കണം. ഇതിനും സെയിം ഡിനോമിനേറ്റർ ആക്കണം. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് 3 വെച്ച് ഇൻഡു ചെയ്താൽ 6 കിട്ടും. ഇതിനെ നമ്മൾ 2 വെച്ച് ഇൻഡു ചെയ്താൽ നമുക്ക് 6 കിട്ടും. ഇപ്പൊ എന്തായി? സെയിം ഡിനോമിനേറ്റർ ആയി. ആ തന്നിരിക്കുന്ന 3 എന്ത് ചെയ്യണം? നമ്മൾ അടിയിൽ നമ്മൾ ഇൻഡു ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? മേലെ ഇൻഡു ചെയ്യണം. അപ്പൊ ഇത് എത്ര കിട്ടി? 3/6 എന്നും കിട്ടി. ഇതാണെങ്കിൽ 2/6 എന്നും കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ വേറെ സെയിം ഡിനോമിനേറ്ററിലുള്ള ഇതിന് മാച്ച് ആകുന്ന വേറൊരു ഫോം ആണ് എന്ത്? 3/6. അതുപോലെ തന്നെ എന്ത്? 2/6. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 1/2 1/4. അപ്പൊ 1/2 1/4 നമ്മൾക്ക് 8 ആക്കാൻ പറ്റും അല്ലെ? അപ്പൊ 4 × 2 8 ആണ്. 2 × 4 എന്താണ്? 8 ആണ്. അപ്പൊ ഇവിടെയും 8 കിട്ടി, ഇവിടെയും 8 കിട്ടി. അപ്പൊ മേലെ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തിരിക്കുന്ന സംഖ്യയായിട്ട് മേലെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഡു ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് വരും? 4/8 വരും. ഇവിടെ എന്ത് വരും? 2/8 വരും. അപ്പൊ രണ്ടാമത്തെ ആൻസർ എത്രയാണ് കൂട്ടുകാരെ? 4/8, 2/8. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ്. ഇതെങ്ങനെ? 3. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? 1/3 1/4. ഇതിന് നമുക്ക് 12 ആക്കാൻ പറ്റും. അപ്പൊ ഇതിന് ആദ്യം ബേസിക് ആയിട്ട് കൂട്ടുകാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ടേബിൾ ഉണ്ടല്ലോ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഈ 1/3 നമുക്ക് 12 ആക്കാൻ എന്ത് വെച്ചിട്ട് ഇൻഡു ചെയ്താൽ മതി? 4 വെച്ചിട്ട് ചെയ്താൽ മതി. then ഇതിനെ നമുക്ക് 12 ആക്കാൻ 3 വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ മേലെ നമ്മൾ 4 × 3 ചെയ്യാം. അപ്പൊ 4/12 കിട്ടി. എത്രയാണ്? 3/12 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്ത് നോക്കാം. Does 1/3 have another form with denominator? 1/3 എന്ന ഫ്രാക്ഷനെ നമുക്ക് ഡിനോമിനേറ്റർ 10, 100, 1000 വരുന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? കൂട്ടുകാരെന്ന് ആലോചിച്ചേക്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളൊരു 4 വെച്ച് ഇൻഡു ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. ഇനി നമുക്ക് 3 വെച്ച് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9 ആണ് കിട്ടുള്ളൂ. അപ്പൊ എന്താണ്? അതിന്റെ ഇടയിലുള്ള സംഖ്യ ഏത് വെച്ച് ചെയ്താലും 10ഉം കിട്ടില്ല, 100ഉം 1000ഉം ഒന്നും കിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം എന്താണ്? കിട്ടില്ല. ബിക്കോസ് എന്താണ്? ബിക്കോസ് 10 is not a multiple. അപ്പൊ ബിക്കോസ് ഒന്നും ഇങ്ങനെയല്ല എഴുതാ, ശരിക്കും പോലെ തന്നെ എഴുതാ. Because 10 is not a multiple of, നമുക്ക് റബ് ചെയ്യാം. 10 is not a multiple of 3. അതുകൊണ്ട് എന്താണ്? കിട്ടില്ല. അപ്പൊ ഇതുപോലെ തന്നെയാണ് എന്ത്? 10ഉം 100, 1000. അപ്പൊ എന്താണ്? ബിക്കോസ് 10, 100, 1000 is not a multiple of 3. അതുകൊണ്ട് തന്നെ എന്താണ്? അങ്ങനെ കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. Multiplying the numerator and denominator of a fraction by the same natural number gives the form of the same fraction. നമ്മൾ ആദ്യം തുടക്കം മുതൽ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് multiplying the numerator and denominator of a fraction. ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, സെയിം natural number കൊണ്ട് multiply ചെയ്താൽ it gives the form of the same fraction. അതായത് 1/2 is equal to 2/4. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ ഒന്ന് fill up ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2/3 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലയർ 4 ആണ്, ന്യൂമറേറ്റർ 8 ആയി. അതായത് ഇൻറ്റു 4 ചെയ്തപ്പോ ന്യൂമറേറ്റർ എന്തായി? 8 ആയി. ഇനി ഡിനോമിനേറ്റർ എന്താ? ഇവിടെ 4 വെച്ച് ചെയ്തപ്പോ ഇവിടെ 4 വെച്ച് ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്റർ 12 ആയി. അപ്പൊ 2/3 is equal to 8/12 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം?
മൾട്ടിപ്ലയർ 6 ആണ്. അപ്പൊ ഇവിടെ 6 വെച്ചിട്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ 6 × 2 എത്രയാണ് കൂട്ടുകാരെ? 12 ആണ്. അപ്പൊ നമ്മൾ അടിയിലും ആ 6 വെച്ചിട്ട് ഇൻറ്റു ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 6 × 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2/3 = എന്താണ്? 2/3 = കൂട്ടുകാർ പറഞ്ഞേ 12/18 ആണ്. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ 3/4? 3/4ന്റെ ഡിനോമിനേറ്റർ നമുക്ക് 12 വരണം. അപ്പൊ എന്ത് വെച്ച് ഇൻറ്റു ചെയ്താലാണ് നമുക്ക് 12 കിട്ടുക? 4 × 3 ചെയ്താൽ കിട്ടും. അപ്പൊ ആ 3 തന്നെ നമ്മൾ വാല്യൂ ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലയർ എത്രയാണ്? 3 ആണ്. 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പൊ നമുക്ക് ഇക്വാലന്റ് ഫ്രാക്ഷൻ കിട്ടി. 3/4 = 9/12. ഓക്കെ അല്ലേ? ഈ നെക്സ്റ്റ് എന്താണ്? 3/4ന്റെ ന്യൂമറേറ്റർ 12 ആയി. ന്യൂമറേറ്ററിന് അപ്പൊ 3ന് നമുക്ക് എങ്ങനെ 12 ആക്കാം? × 4 ചെയ്താൽ മതി അല്ലേ? അപ്പൊ ആ 4 ആയിട്ട് തന്നെ നമുക്ക് അടിയിലും ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലയർ 4 ആണ്. ഡിനോമിനേറ്റർ 4 × 4 16 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താം? 3/4 = 12/16. ഓക്കെ അല്ല? അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഒരെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടിയെന്ന് നോക്കുക. എന്നിട്ട് ആ നമ്പർ ആയിട്ട് അടിയിലും മേലെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എടുത്ത് എഴുതാം. ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ have a common factor, then dividing them by this common factor gives the form of this fraction. Okay. അപ്പൊ അതായത് 2/4 എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് 2ന്റെ പകുതി എത്ര? 2ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 1 ആണ്. 2ന്റെ പകുതി 1 ആണ്. 4ന്റെ പകുതി എത്രയാണ്? 2 ആണ്. അപ്പൊ എന്താണ്? ഇതിനെ നമുക്ക് എന്താക്കാൻ പറ്റും? ചെറുതാക്കി ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയിട്ട് ചെറിയ ഫോമിലേക്ക് ആക്കാൻ പറ്റും. കോമൺ ഫാക്ടർ ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് എന്താ പറ്റും? കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാല് രണ്ടിലും ഡിവൈഡ് ചെയ്ത് പോകുന്ന സംഖ്യ. അപ്പൊ ഇതില് രണ്ടിലും ഡിവൈഡ് ചെയ്ത് പോകുന്ന സംഖ്യ ഏതാണ്? 2 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ 3/6 ആണെങ്കിൽ ഇത് 2ല് പോവുക, 2 3ല് പോവില്ല. അപ്പൊ ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? 3ന്റെ ടേബിളാണ് അല്ലേ? അപ്പൊ 3ന്റെ ടേബിളിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ തുടക്കമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. 1 കിട്ടും. ഇനി 6 രണ്ടാമത്തെ പ്രാവശ്യം അല്ലേ? അപ്പൊ 1/2 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റും? ചെറിയ ഫോമിലേക്ക് ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി എന്താ? അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇൻ ലോവസ്റ്റ് ടേംസ്. അപ്പൊ എന്താ? തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ലോവസ്റ്റ് ടേമിലേക്ക് എഴുതണം. അപ്പൊ ആദ്യത്തെ നമുക്ക് നോക്കാം. 32/64 ആണ്. അപ്പൊ നമുക്ക് കണ്ടാൽ അറിയാം രണ്ടും എന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? രണ്ടും നമുക്ക് 2 വെച്ചിട്ട്, അതായത് ഇതിപ്പോ എങ്ങനെ നോക്കാന്ന് വെച്ചാൽ നമ്മൾ ചെറിയ സംഖ്യ മുതലാണ് നോക്കുക. അപ്പൊ 3 2 എന്ന് പറയുമ്പോൾ 32 എന്താ? ഒരു ഈവൻ നമ്പർ ആണ്. 64 എന്താ? അതും ഒരു ഈവൻ നമ്പർ ആണ്. ഓക്കെ. അപ്പൊ ഈവൻ നമ്പേഴ്സ് ആവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. വേറെ നമ്മൾ ആദ്യം സിമ്പിൾ ആയിട്ടൊരു കാര്യം നോക്കണം. 64ന്റെ പകുതിയാണ് 32 നോക്കുക. അതായത് 32 + 32 കൂട്ടിയാൽ നമുക്ക് 64 കിട്ടും. അപ്പൊ ഇതെന്തായിരിക്കും? 1/2 ആയിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ഇതിന്റെ ആൻസർ എത്രയാണ്? 1/2. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 27/81 ആണ്. അപ്പൊ ഇതെന്താണ്? ഈവൻ നമ്പേഴ്സ് അല്ല. അപ്പൊ 2ല് പോവില്ല. നെക്സ്റ്റ് നമ്പർ 3 ആണ്. അപ്പൊ 3ല് ഇത് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. അതായത് എന്താന്ന് വെച്ചാ 2 + 3യും 8 + 1ഉം എന്തായിരിക്കും? 3ന്റെ മൾട്ടിപ്പിളില് വരുന്ന ഒരു സംഖ്യയാണെങ്കിൽ ഇത് 3ല് ഡിവിസിബിൾ ആണ്. അപ്പൊ 7 കഴിഞ്ഞാൽ 8, 9 ആണ് അടിയിൽ വരിക. അടിയിലും 9 ആണ്. 9 3ന്റെ ടേബിളിലുണ്ട്, 9ഉം ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് 3ല് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പൊ ഈ ട്രിക്ക് എന്താണ് കൂട്ടുകാര് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ.
അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് ആദ്യം നമുക്ക് 27 നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. 27 3 എത്രാമത്തെ പ്രാവശ്യമാണ്? 9ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. അപ്പൊ നമുക്ക് മേലെ 9 എന്ന് കിട്ടി. ബൈ ഇനി എന്താണ് 81 നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താണ് 6 6 2 6 കഴിഞ്ഞ 7 8 2 21 7 നമുക്ക് എന്ത് കിട്ടി? 9/27 എന്ന് കിട്ടി. അപ്പൊ ഇനി ഇത് എന്താണ് 3ന്റെ ടേബിളിൽ പോവും. അപ്പൊ നമുക്ക് എത്രയിലാണ് നോക്കി വെക്കാം? 9/3 ചെയ്യാം. 3 ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് മേലെ 3 എന്ന് കിട്ടി. ഇനി 27 നമുക്ക് ഒന്നും കൂടി ചെയ്യാം. 27/3 എന്താണ് 27 9ാമത്തെ പ്രാവശ്യം കിട്ടും. അപ്പൊ 9/3 എന്ന് കിട്ടി. ഇനി 9/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/3 ആണല്ലേ. അതായത് 3ന്റെ ടേബിളില് 9 എത്രാമത്തെ പ്രാവശ്യമാ വരിക? 1ാമത്തെ പ്രാവശ്യം. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. 3 1ാമത്തെ പ്രാവശ്യം വന്നു. then 9 3ാമത്തെ പ്രാവശ്യം വന്നു. ഇനി നമുക്ക് ഈ ഫോമിൽ ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? 1/3 ആണ്. അപ്പൊ which is equal to 1/3. ഇതിന് നമുക്ക് എന്താ കിട്ടി? 1/2. ഇനി നമുക്ക് നെക്സ്റ്റ് 3ാമത്തെ ചെയ്യാം. ഓക്കെ, 3ാമത്തെ ഇവിടെ ചെയ്യാം. മൂന്നാമത്തെ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൂട്ടുകാരെ കൃത്യമായി പഠിക്കുക. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പെട്ടെന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ 30/45 ചെയ്യാം. ഇത് രണ്ടും എന്താ ഈ പ്ലേസിൽ നോക്കൂ 0 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 5ന്റെ ടേബിളിൽ പെട്ടതാണ്. അപ്പൊ ഇത് നമുക്ക് 5 വെച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ 30 5ൽ ചെയ്യുമ്പോ എത്ര കിട്ടും? 6 × 5 30 ആണ് അല്ലെ. അപ്പൊ നമുക്ക് മേലെ 6 എന്ന് കിട്ടി. ബൈ 45 45 ചെയ്യുമ്പോ 45 ഡിവൈഡഡ് ബൈ 5 ചെയ്യാ. 45 എത്രയിലാ വരിക? 9 അല്ലെ. അപ്പൊ നമുക്ക് 0 എന്ന് കിട്ടി. 6/9 എന്ന് കിട്ടി. ഇനി ഈ 6/9 നോക്കൂ 3ന്റെ ടേബിളിൽ പോവുക അല്ലെ. അപ്പൊ 6 നമുക്ക് 3ന്റെ ടേബിളിൽ നോക്കി നോക്കാം. അപ്പൊ 2 വന്നു, മേലെ 2 വന്നു. ഇനി അടിയിലും 9 എത്രാമത്തെ പ്രാവശ്യം പോവാ? 3ാമത്തെ പ്രാവശ്യം. അപ്പൊ എത്രയാണ് ഇതിന്റെ ആൻസർ? 3/2/3 ആണ് ഇതിന്റെ ലോവസ്റ്റ് ഫോം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ് കൂട്ടുകാരെ. എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഡിവൈഡ് ചെയ്യാനും കൂട്ടുകാര് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് 4th വൺ ആണ്. 4th വൺ എന്താ? 12/21 ആണ്. ഓക്കെ, 12/21 2ന്റെ ടേബിളിൽ പോവോ? ഇല്ല. ഇതെന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ നമ്മൾ 3ന്റെ ടേബിളിൽ പോവോ നോക്കാം. 2 + 3 3 ആണ്. 2 + 3 3 ആണ്. അപ്പൊ ഇത് 3ന്റെ ടേബിളിൽ പോവും അല്ലെ. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 12നെ നമുക്ക് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടുക? 4 കിട്ടും അല്ലെ. അപ്പൊ മേലെ നമുക്ക് 4 എന്ന് കിട്ടി. 21നെ നമ്മൾ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പൊ എത്രയാണ്? 4/7 ആണ്. ഇതിനെ ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റില്ല. ഇനി അടുത്തത് എത്ര? 45ഉം 54ഉം. അപ്പൊ ഇതെന്താണ്? 45 2ന്റെ ടേബിളിൽ പറ്റില്ല. അപ്പൊ നമ്മൾ 3ന്റെ ടേബിളിലേക്ക് നോക്കി 45ഉം 54ഉം. അപ്പൊ ഇതൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം. 5 + 4 9 ആണ്. 9 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 45നെ നമുക്കൊന്ന് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 1 15 5 അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മേലെ 15 എന്ന് കിട്ടി. ഇനി നമുക്ക് 54 ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം 3 വെച്ചിട്ട്. അപ്പൊ എന്താ? 3 1 24 24 എത്രയിലാ വരിക? 8ലല്ലേ. 8 × 3 ആണ് എന്ത്? 24. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടി. അപ്പൊ 15/18 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് രണ്ടും എന്താണ്? 3ന്റെ ടേബിളിൽ പോവും. അപ്പൊ നമുക്ക് എന്നും കൂടി 3 വെച്ച് ചെയ്ത് നോക്കാം. 15 ഒന്ന് ഡിവൈഡഡ് ബൈ 3 ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടുക? 5 കിട്ടും അല്ലെ. അപ്പൊ മേലെ നമുക്ക് 5 കിട്ടി. then 18നെ നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ചിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 18നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ
എത്രയാണ് 6 കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടി 5/6. അപ്പൊ ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്ര 5/6 ആണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് മനസ്സിലായോ? സിമ്പിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഇതിന് എന്ത് വേണമെന്ന് വെച്ചാൽ എന്ത് വേണം? കൂട്ടുകാർക്ക് ടേബിൾ നന്നായി അറിയണം. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ തന്നിരിക്കുന്ന സംഖ്യ ആദ്യം 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് പറ്റിയില്ലെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യുക. ഇങ്ങനെ 3 വെച്ചിട്ട് പറ്റുമോ നോക്കുക. നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കിയിട്ട് അത് 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 3 പറ്റും. ഇനി അതല്ലെങ്കിൽ നമ്മൾ അടുത്ത സംഖ്യ എടുത്ത് പോവുക. ഈ ലാസ്റ്റത്തെ നമ്പർ 0 അല്ലെങ്കിൽ 5 വന്ന് നമ്മൾ എന്ത് ചെയ്യണം? 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വേണം പ്രിഫർ ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അടുത്തത് നോക്കി നോക്കാം. ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ കൂട്ടുകാർക്ക് ആകെ ബോറടിക്കും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഓരോന്നും മാക്സിമം പിന്നെ ഇങ്ങനെ തന്നെയല്ലോ ക്ലാസ് എടുക്കുക. നമ്മൾ ഓരോ സമയം നമ്മൾ പോവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തത് നോക്കി നോക്കാം. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ആദ്യം പറഞ്ഞില്ല. അപ്പൊ അതിന്റെ ബേസിൽ വരുന്ന ആക്ടിവിറ്റി തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. പേജ് നമ്പർ 32. First question. 20 liters of water is used to fill 8 identical bottles. How many liters of water is there in each bottle? അപ്പൊ എന്താണ്? 20 ലിറ്റർ വെള്ളം 8 ബോട്ടിൽസിലായിട്ട് നിറച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ടിലിൽ എത്ര വെള്ളം വരും? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്താണ് നമുക്ക് നോക്കേണ്ടത്? ആദ്യം നമുക്ക് സ്റ്റെപ്സ് എഴുതിയിട്ട് വേണം ചെയ്ത് നോക്കാനായിട്ട്. അപ്പൊ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. എത്രയാണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? 20 ലിറ്റർ. ഇനി എന്താ? നമ്പർ ഓഫ് ബോട്ടിൽസ്. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്ര ബോട്ടിൽസ് ആണ്? 8 ബോട്ടിൽസ്. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഇൻ ഈച്ച് ബോട്ടിൽ. വാട്ടർ ഇൻ ഈച്ച് ബോട്ടിൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 20 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ പറഞ്ഞ ഫോമിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഫോമിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 20നും 8ഉം 20ന്റെ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പെട്ടതാണ്. അപ്പൊ നമ്മൾ 2 വെച്ചിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് മേലെ 10 എന്ന് കിട്ടും. then 8നെ നമ്മൾ 2 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 10/4 ആയി. ഇതൊക്കെ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 10നെ നമുക്ക് 2 വെച്ചിട്ട് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യാം. 10നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. then 4ന്റെ പകുതി എത്രയാണ്? 2 ആണ്. 5/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ നമ്മുടെ ആൻസർ ഇവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓർ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. എന്ത്? ഈ 5നെ നമ്മള് 2 വെച്ചിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? 4, 2, 1 എന്ന് കിട്ടും. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്ന വെച്ചാല് 2. ഇതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 1/2 എന്ന് എഴുതാം. അതായത് ഈ 2 ഇവിടെ എഴുതുക. then 1/2. 2 1/2 ലിറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്താ? 5/2 ലിറ്റർ എന്ന് എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. എന്താണ്? A rope of length 140 centimeter is cut into 16 equal pieces. What is the length of each piece? അപ്പൊ ഒരു റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വായിക്കാം. ഒരു റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 140 സെന്റിമീറ്റർ ആണ്. അത് 16 ഈക്വൽ പീസസ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഓരോ പീസിന്റെയും ലെങ്ത് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി നോക്കാം. ടോട്ടൽ ലെങ്ത് ഓഫ് റോപ്പ്.
which is equal to 140 centimeter. Okay. ഇനി എന്താ number of pieces. എത്ര 16 equal pieces. ഇനി എന്താ length of each piece എന്തായിരിക്കും 140 divided by 16. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ 140ഉം 16ഉം രണ്ടിന്റെ ടേബിളിൽ പോകും. അപ്പൊ 2 വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 14 7 70 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാം 70 16ന്റെ പകുതി എത്ര 8 ആണ്. ഓക്കെ. ഇനി എന്താ ഈ 70 നമുക്ക് 2 വെച്ചിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 6 3 10 5 35 എന്ന് കിട്ടും. 8ന്റെ പകുതി എത്രയാണ് 4 ആണ്. ഓക്കെ 35/4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഒന്നില്ലെങ്കിൽ 35/4 എന്ന് എഴുതാം. പക്ഷെ ഒന്നും കൂടി നല്ലത് എന്താണ് ഇതിന് ഒന്ന് വേറെ ഫോമിലേക്ക് ഒന്നും കൂടി ചെറുതാക്കുന്നതാണ്. അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ അപ്പൊ 4ന്റെ ടേബിളിൽ എന്താ വരിക 4 × 8 32 ആണ്. അപ്പൊ 32 അല്ലേ 32 8 4 × 8 32. അപ്പൊ 8 നമ്മൾ 8 32 കഴിഞ്ഞാൽ 33 34 35 3. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം ഈ 35/4 which is equal to 8. പിന്നെ ഈ 3 എഴുതാം 3/4 8 3/4 ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുന്നത് എന്താണ് 8 3/4 ആണ്. ഓക്കെ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. If 200 and 150 kilogram of rice is divided equally among 15 people, how many kilogram of rice would each get? അപ്പൊ എന്താണ് total quantity of rice എന്ന് പറയുന്നത് 215 കിലോഗ്രാം ആണ്. Then it is divided among number of people എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ എന്താണ് റൈസ് പെർ പേഴ്സൺ ഓരോരുത്തർക്കും എത്ര കിട്ടും 215 divided by 15. ഓക്കെ ലാസ്റ്റ് ടേം നോക്കൂ എല്ലാത്തിലും 5 ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും 5ന്റെ ടേബിളിൽ നമുക്ക് ചെയ്യാം 215 divided by 5 20 വരും 4 15 എത്രയിലാ വരിക 15 3 വരും. ഇനി എന്താ 15 divided by 5 ചെയ്യുക എത്രയിലാണ് 3 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 43 which is equal to 43/3 എന്ന് കിട്ടി. ഓക്കെ ഇനി 43/3 നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടി പ്രോപ്പർ ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 3 ഒരു പ്രാവശ്യം നമുക്ക് എന്താ 13 കിട്ടും 12 4 ബാക്കി 1 എന്ന് കിട്ടും. അപ്പൊ ഇത് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം 14 1/3 കിലോഗ്രാം ഓരോരുത്തർക്കും വെച്ച് കിട്ടും. ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ സ്റ്റെപ്പ് കൂട്ടുകാര് എഴുതി നോക്കുക. ഓക്കെ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെസൺ ആണ്. കൂട്ടുകാർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ. വേറെ രീതിയിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അതും പറയാ. ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.